നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? കൂടെയുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചവർ പോലും കൈവിട്ട അവസ്ഥകൾ, പ്രാർത്ഥിച്ചിട്ടും യാതൊരു മാറ്റവും കാണാതെ കണ്ണീരൊഴുക്കി മടുത്തുപോയ ദിവസങ്ങൾ, സാമ്പത്തിക തകർച്ചയോ രോഗങ്ങളോ പരാജയങ്ങളോ നിങ്ങളെ ശ്വാസമുട്ടിക്കുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുമ്പോഴും രാത്രിയിൽ ആരും കാണാതെ തലയിണയിൽ മുഖമമർത്തി നിങ്ങൾ കരയുന്നുണ്ടാകാം. മനസ്സ് വിങ്ങിപ്പൊട്ടുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ പരീക്ഷണങ്ങൾ? റബ്ബേ, നീ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ നിമിഷം ശാന്തനാവുക. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുക തന്നെ ചെയ്യും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാല മാത്രമല്ല. ഇവിടെ ആരും സ്ഥിരമായി സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ വന്നിട്ടുള്ളതല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ജീവനഷ്ടം, ധനനഷ്ടം എന്നിവയിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. നമ്മൾ വിചാരിക്കുന്നത് സങ്കടങ്ങൾ വരുന്നത് അള്ളാഹു നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവരെ പരീക്ഷിക്കും. സ്വർണം ശുദ്ധിയെടുക്കാൻ അതിനെ കഠിനമായി തീയിൽ ഉരുക്കണം. അതുപോലെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മളെ ഒരു യഥാർത്ഥ വിശ്വാസിയാക്കി മാറ്റാനാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നൽകുന്നത്. നമുക്ക് ഒരല്പം ചരിത്രത്തിലേക്ക് നോക്കാം. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിരുന്നു. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക. സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലേക്ക് എറിഞ്ഞു, അടിമയായി വിറ്റു, ചെയ്യാത്ത തെറ്റിനെ വർഷങ്ങളോളം ജയിലിലടച്ചു. പക്ഷേ അദ്ദേഹം റബ്ബിൽ വിശ്വസിച്ചു, ക്ഷമിച്ചു. ഒടുവിൽ അള്ളാഹു അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. അന്ന് സഹോദരന്മാർ കിണറ്റിലിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കൽ ആ സിംഹാസനത്തിൽ എത്തില്ലായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കും. സമ്പത്തും മക്കളും നഷ്ടപ്പെട്ട് ശരീരമാസകലം മ്യാറാവ്യാധി ബാധിച്ചിട്ടും അദ്ദേഹം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല. ഒടുവിൽ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു നൽകി, നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി സമ്പത്തും നൽകി അനുഗ്രഹിച്ചു. നിങ്ങളുടെ ഇന്നത്തെ തകർച്ച നാളത്തെ വലിയൊരു വിജയത്തിൻ്റെ തുടക്കമായിരിക്കാം. നിരാശ എന്ന വാക്ക് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. സങ്കടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ഈ കാര്യങ്ങൾ ശീലമാക്കുക. 5 വക്ത് നമസ്കാരം കൃത്യമാക്കുക. നമസ്കാരമാണ് അള്ളാഹുവിലേക്കുള്ള നിങ്ങളുടെ കണക്ഷൻ. തഹജ്ജുദ് നമസ്കാരം ശീലമാക്കുക. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ റബ്ബിനോട് മനസ്സ് തുറന്ന് കരഞ്ഞ് ചോദിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക. പാപമോചനം തേടുന്നവർക്ക് അള്ളാഹു വിചാരിക്കാത്ത ഭാഗത്ത് നിന്നും വഴി തുറന്നു കൊടുക്കും. ഓർക്കുക, തീർച്ചയായും കഷ്ടതയോടൊപ്പം ഒരു എളുപ്പമുണ്ട്. കഠിനമായ ഇരുട്ടിന് ശേഷമാണ് പ്രഭാതം ഉണ്ടാകുന്നത്. അള്ളാഹുവേ, ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദര സഹോദരന്മാരുടെയും സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ. അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം നീ എളുപ്പം നൽകണമേ. ആമീൻ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.